വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റ് നടയിൽ നടത്തുന്ന സമരം 10ാം ദിനത്തിലേക്ക്. പ്രതിഷേധക്കാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇന്ന് സമരവേദിയിലെത്തി. കേരളത്തിലെ സ്ത്രീ ശക്തി എന്തെന്ന് ബോധ്യപ്പെടുത്തിയ സമരമാണ് ആശാ വർക്കർമാരുടേതെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. പ്രതിഷേധത്തിന്റെ ഭാഗമായി നാളെ സെക്രട്ടേറിയറ്റ് നടയിൽ ആശാ വർക്കർമാരുടെ മഹാസംഗമം നടക്കും. എരിയുന്ന വെയിലിലും ചോരാത്ത ആവേശവുമായാണ് ആശാവർക്കർമാരുടെ സമരം 10 ദിവസം പിന്നിടുന്നത്. ഓണറേറിയം പ്രഖ്യാപിക്കുക, വിരമിക്കൽ പ്രായത്തിനൊപ്പം ആനുകൂല്യങ്ങളും പ്രഖ്യാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സെക്രട്ടേറിയറ്റ് നടയിലെ അനിശ്ചിതകാല സമരം പുരോഗമിക്കുന്നത്. കോവിഡ് കാലത്തെ ആശമാരുടെ പ്രവർത്തനം ലോകം അംഗീകരിച്ചതാണെന്നും സമരം അനാവശ്യമെന്ന് പറയുന്നതിൽ ന്യായമില്ലെന്നും സമരക്കാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വേദിയിലെത്തിയ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ വ്യക്തമാക്കി. ഇതൊരു ന്യായമായ സമരമാണ്. കാരണം ഗർഭിണികളുടെ കാര്യം, കുട്ടികളുടെ കാര്യം, പാലിയേറ്റീവ് കെയറിന്റെ കാര്യം, സർവേയുടെ കാര്യം, ഡാറ്റ കളക്ഷൻ എന്തോരൊന്നും എനിക്കെന്നെ അറിയില്ല. പിന്നെ കോവിഡ് കാലത്ത് ചെയ്ത സേവനം ലോകം മുഴുവൻ അംഗീകരിച്ചതാണ്. ഗ്ലോബൽ ഹെൽത്ത് ലീഡേഴ്സ് ആണെന്നാണ്. ലോകത്തൊരിടത്തും ഈ ആശാവർക്കർമാർ, നമ്മുടെ ആശാവർക്കർമാർ ചെയ്തതുപോലെ ഒരു ജോലി ആരും ചെയ്തിട്ടില്ല. മുഖ്യമന്ത്രിയുമായും ആരോഗ്യ ധനകാര്യമന്ത്രിമാരുമായും വിഷയം പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ സംസാരിക്കുമെന്നും വി.ഡി. സതീശന്റെ ഉറപ്പ്. ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ പ്രതിഷേധം ശക്തമായി തുടരാനാണ് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെയും തീരുമാനം. സമരക്കാർക്ക് പിന്തുണയുമായി പ്രതിപക്ഷ സംഘടനകൾ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടെ സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്ന് ആശാ വർക്കർമാർ സമരപന്തലിലേക്ക് എത്തുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ പ്രശ്നപരിഹാരം ഉടൻ സാധ്യമാക്കേണ്ട സമ്മർദ്ദത്തിലാണ് ആരോഗ്യവകുപ്പും. അമൃത ന്യൂസ്, തിരുവനന്തപുരം.